ഹായ്, നമ്മൾ ഇന്ന് വിനോദിന്റെ ഭവനത്തിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വിനോദിന്റെ ഫാമിലിയെ ആദ്യം പരിചയപ്പെടാം. ഇത് മിസ്റ്റർ വിനോദ് മാത്യു, ഇത് ഷൈനി സാമൻ. നമ്മൾ ഇവരുടെ ഭവനം നിർമ്മിച്ചതിന് ശേഷം നമുക്ക് ഇവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മള് വിനോദിനോട് തന്നെ അഭിപ്രായം ചോദിക്കാം. വിനോദിന് എങ്ങനെയാണ് എന്നെ ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായത്? പിന്നെ നമുക്കറിയാവുന്ന ആളാണ്, ഇതൊരു അടുത്ത ഫ്രണ്ടാണ്. പിന്നെ പുള്ളി നമുക്ക് നേരത്തെ അറിയാം, കുഞ്ഞുനാൾ മുതൽ പുള്ളി അറിയാം. ഈ വീട് പണിയുമായി ചെയ്യുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ചോദിച്ചിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നും ചോദിച്ചില്ല. നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ തന്നെയല്ല പ്രോജക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഈ എമൗണ്ടും ആ കാര്യങ്ങളും അതിന്റെ കൺസ്ട്രക്ഷന്റെ അതും എല്ലാം പറഞ്ഞത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബഡ്ജറ്റ് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുമെന്ന് ഉള്ളത് മനസ്സിലായി. അതായത് ആ ബഡ്ജറ്റിനകത്ത് വന്ന് നമ്മുടെ താല്പര്യപ്രകാരമുള്ള ഒരു വീട് വെക്കാൻ പറ്റുന്നുള്ള ഒരു ആദ്യം തന്നെ നമുക്കൊരു ഉറപ്പുണ്ടായതുകൊണ്ടാണ്. നമ്മൾ ഈ വീട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി മുന്നോട്ട് പ്രോസസ് ചെയ്യുമ്പോൾ, പ്രോഗ്രസ് വർക്ക് ചെയ്തപ്പോൾ? ഇല്ല, നമ്മൾ ആദ്യം പോലെ സ്റ്റാർട്ടിങ് മുതൽ നോക്കിയാലും ഒത്തിരി ഇപ്പോ സംശയമായി ആണെന്ന് പറഞ്ഞാലും ഒത്തിരി ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ നമ്മുടെ എമൗണ്ട് പേ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ കൺസ്ട്രക്ഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ഫ്ലെക്സിബിളും ആണ്. നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ് നമ്മുടെ കൂടെ നിങ്ങൾക്ക് എല്ലാ വർക്കും നല്ലതായിട്ട് തന്നെ ചെയ്ത് അവസാന നിമിഷം വരെ നല്ലതായിട്ട്, അതായത് 100% ആയിട്ട് തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആക്കി തന്നു. ഇവിടെ സ്ഥിരതാമസക്കാരല്ല, ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ഫോണിൽ കൂടിയാണ് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഏറ്റവും ഭംഗിയായിട്ടാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ, ഏത് കാര്യമായാലും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ വരച്ചു തരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം? ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങനെ നല്ല ഇതായിരുന്നു. എപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കുന്നു, അതിനുശേഷം ഇത് റിയാലിറ്റി വന്നപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻ വരച്ച ആ ഒരു രീതിയിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരുപാട് നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചത് അതിനേക്കാളും ഒരു പടിയുടെ മുന്നിലെന്നല്ലാതെ പുറകിലെന്ന് പറയാനില്ല. അതിന്റെ 100% ആയിട്ടുള്ള ഇന്റീരിയർ വർക്കുകളെ കുറിച്ചാകുന്നല്ലോ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വർക്കാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കിച്ചണില് വന്ന് കണ്ട ആൾക്കാർ പോലും ഒരുപാട് നല്ല അഭിപ്രായമാണ്. കാരണം അതിന്റെ വർക്കുകളാണെങ്കിലും മെറ്റീരിയൽസ് ആയാലും എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല കളറിങ് ആണെങ്കിലും അതിന്റെ സെറ്റിങ്സ് ആണെങ്കിലും നമുക്ക് ആ ഡ്രോവേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണെങ്കിലും നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നവർക്ക് അറിയുള്ളൂ ഓരോ ഡ്രോവറിന് എങ്ങനെ യൂസ്ഫുൾ ആവണം. അതെല്ലാം മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്റീരിയർ വർക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ ലാസ്റ്റ് ടൈം ആയിരുന്നു നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് എഗ്രിമെന്റും ഡിസൈനിങ്ങും എല്ലാം ആയത്. നമ്മൾ ആ ടൈം ലൈനിൽ തീർത്തപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫിനിഷിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം? ഒരു പ്രോബ്ലം ഫാമിലിക്കും നമ്മളോട് പറയാനുള്ളത്, നമ്മളെ ഏൽപ്പിക്കുന്ന വർക്കുകൾ നമ്മൾക്ക് 100% നമുക്ക് സിൻസിയറിറ്റിയോടുകൂടി ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ നമുക്കും സന്തോഷമുണ്ട്. നമുക്കിവിടെ ഹൗസ് വാമിങ്ങിന് വന്നവർ പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് അതിനെക്കാട്ടിൽ നല്ല സന്തോഷവും കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. നന്ദി.